എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചമ്പാവരി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് അരി വറുത്തെടുക്കുകയാണ്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അരി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അരി ചട്ടിയിലേക്ക് ഇടുന്ന സമയം തന്നെ അരി പൊട്ടി തുടങ്ങുകയും ചെയ്യും. വേഗത്തിൽ വറുത്തെടുക്കാൻ പറ്റും. പൊട്ടുന്നത് കാണാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അരി ഏതാണ്ടെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അരി നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ തിരികിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി വറുത്തത് എടുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടിയാണ് നല്ലത്. ഇനി ഒരു ഉരുളിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് എടുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ നല്ലപോലെ മൂത്ത് കിട്ടണം. തേങ്ങ ഇപ്പോൾ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ ഒന്നും ആകണ്ട. ഇനി ഇത് ശർക്കരയിൽ കിടന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ശർക്കര നൂൽ പരുവം ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ തേങ്ങയിലെല്ലാം ശർക്കര നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 മാസം ഇരുന്നാലും കേടാവാതെ ഇരിക്കും. ശർക്കര നല്ല പാകത്തിനായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ഏലക്കായും ചുക്കും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ശർക്കര ആയോ എന്നറിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കലർന്നു പോകാത്ത പാകമാണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഒരു തുള്ളി ഒഴിക്കുക. ഇപ്പോൾ വെള്ളത്തിൽ കലരാതെ അത് സെപ്പറേറ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ഈ ഒരു പാകത്തിന് വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത കപ്പലണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തോടില്ലാത്ത കപ്പലണ്ടിയാണ്. അതും കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ചൂടോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് അമർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ ഇത്തിരി ചൂടായിരിക്കും. അതുകൊണ്ട് പാത്രത്തിലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി പാത്രത്തിൽ ഇളകാതെ വല്ലതും വരികയാണെങ്കിൽ കപ്പ് കേക്കിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഈ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനേക്കാളും വേഗത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ ഒന്ന് വച്ചിട്ട് അതിലേക്ക് ഇട്ട് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം.
എത്രത്തോളം പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഒന്ന് തട്ടുമ്പോൾ തന്നെ ഇങ്ങ് പോരുകയും ചെയ്യും. എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചായയോടൊപ്പം ഇതൊരു 2 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.